ഉച്ചഭക്ഷണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സാറാണ് നേതൃത്വം വഹിക്കുന്നത്. നമ്മുടെ വിദ്യാലയത്തിന് സാറ് നല്ലൊരു സപ്പോർട്ടാണ്. ഇന്ന് നമ്മുടെ 2ാം ഘട്ട പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനമാണ്. നമ്മൾ ആദ്യം എന്നാണ് നമ്മുടെ പച്ചക്കറി കൃഷി തുടങ്ങിയത്? ജൂൺ 5-ന്. നമ്മുടെ ജൂൺ 5-ന്റെ പ്രത്യേകത എന്തായിരുന്നു? അന്ന് നമ്മള് എല്ലാ കുട്ടികളും നട്ടിരുന്നു. എന്താണ് എല്ലാ കുട്ടികൾക്കും നടാൻ അവസരം കൊടുത്തത്? എന്താണ് നമ്മൾ നട്ടേ? ചെടിയല്ലാണ്ട് നമ്മള് മഞ്ഞൾ നട്ടു. ഇഞ്ചിയും മഞ്ഞളും എല്ലാവർക്കും നടാൻ അവസരം കൊടുത്തിരുന്നു. എല്ലാവരെയും കൊണ്ട് ഓരോ കുഞ്ഞൊരു കട വെച്ചിരുന്നു. 2ാം ഘട്ട പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനമാണ്. നമുക്ക് പച്ചക്കറി തൈകൾ തന്നിരിക്കുന്നത് നമ്മുടെ മൂക്കന്നൂർ കൃഷിഭവനിൽ നിന്നാണ്. കുട്ടികളെ, അധ്യാപകരെ, നിങ്ങൾക്ക് പച്ചക്കറി നല്ല വിഷമില്ലാത്ത പച്ചക്കറി ഉപയോഗിച്ച് ഉച്ചഭക്ഷണം തരാനാണ് നമ്മുടെ സിസ്റ്റർമാരും ടീച്ചർമാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളും ഇതിൻ്റെ ഒരു ഭാഗവാക്കാവണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾ നടുന്ന പച്ചക്കറികൾ അല്ലെങ്കിൽ തൈകളൊക്കെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് നോക്കണം, അതിന് വെള്ളം ഒഴിക്കണം. അപ്പോൾ അത് വളരുന്നത് കാണാനും അതിലൂടെ ഉണ്ടാകുന്ന പച്ചക്കറികൾ നിങ്ങൾക്ക് ഒന്ന് ആസ്വദിക്കാനൊക്കെ പറ്റും. വെണ്ടയ്ക്കൊക്കെ വരുമ്പോൾ, വെണ്ടയ്ക്കും തക്കാളിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് പോയി നോക്കണം, അതെങ്ങനെയാണ് വരണേന്നും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ പച്ചക്കറി നന്നായിട്ട് നോക്കാനും ഈ നമ്മുടെ കൂട്ടായ ഈ പച്ചക്കറിത്തോട്ടം കൂട്ടായി നമ്മൾ പരിപാലിക്കാനും ഒക്കെ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. എല്ലാ കുട്ടികളും അത് കണ്ടു പഠിക്കാനും വീട്ടിൽ ചെന്ന് ഇതുപോലത്തുള്ള ചെറിയ ചെറിയ പച്ചക്കറികൾ നമ്മൾ നടാനും ശ്രമിക്കണം. ഇതെല്ലാവിധ ആശംസകളും നേരാണ്. നിങ്ങൾ ഈ വർഷം മൊത്തം ഇത് നോക്കാനും ശ്രദ്ധിക്കാനൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് നിർത്തുന്നത്. എല്ലാവിധ ആശംസകളും ഈ പച്ചക്കറിത്തോട്ടത്തിന് ഞാൻ നേരുന്നു. ഉച്ചവർഷത്തിൻ്റെ ഭാഗമാണ് അടുക്കള പച്ചക്കറിത്തോട്ടം. അപ്പോൾ അത് നമ്മൾ എപ്പോഴും സംരക്ഷിക്കണം കേട്ടോ. നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമാണ് ഇത് സംരക്ഷിക്കേണ്ടത് എന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.